നമസ്കാരം. ജെ ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് യഥാർത്ഥ രക്ഷാകർതൃത്വം? ഒരിക്കൽ ഒരു ചെറിയ ഗ്രാമത്തിൽ രവി എന്ന ഒരു കർഷകനും ഭാര്യ മീരയും ജീവിച്ചിരുന്നു. അവർക്ക് രണ്ടു മക്കൾ, ആര്യൻ, ആശ. അവരുടെ ജീവിതം വളരെ ലളിതമായിരുന്നു. ഭൗതിക സമ്പത്തിന്റെ കാര്യത്തിൽ അവർക്ക് കാര്യമായി ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവരുടെ വീട്ടിൽ സ്നേഹവും മൂല്യങ്ങളും ജീവിത പാഠങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. തന്റെ മക്കളെ ദയയും ഉത്തരവാദിത്വവും ജ്ഞാനവും ഉള്ളവരായി വളർത്തുന്നതിൽ രവി ശ്രദ്ധിച്ചിരുന്നു. ആഡംബരങ്ങൾ കൊണ്ട് അവരെ പൊതിയുന്നതിനു പകരം അവൻ അവരെ ക്ഷമയുടെയും സ്ഥിരോത്സാഹത്തിന്റെയും കല പരിശീലിപ്പിച്ചു. എല്ലാ ദിവസവും അതിരാവിലെ രവി ആര്യനെയും ആശയെയും കൊണ്ട് വയലിലേക്ക് പോകും. വിളകൾ എങ്ങനെ സാവധാനം ശ്രദ്ധയോടെയും സൂര്യപ്രകാശത്തിലും വെള്ളത്തിലും വളരുന്നു എന്നയാൾ അവർക്ക് കാണിച്ചു കൊടുക്കും. ഒരു ദിവസം ആര്യൻ ചോദിച്ചു, "അച്ഛാ, മറ്റുള്ളവരെ പോലെ എന്താണ് നമ്മൾ മെഷീനുകൾ വാങ്ങാത്തത്? അത് അച്ഛന്റെ ജോലിയെ എളുപ്പമാക്കില്ലേ?" രവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "യന്ത്രങ്ങൾ എന്റെ ജോലി എളുപ്പമാക്കിയേക്കാം, പക്ഷേ അവ എന്നെ ക്ഷമ പഠിപ്പിക്കുന്നില്ല. ഒരു യന്ത്രം കൊണ്ട് ഒരു ചെടി വേഗത്തിൽ വളരില്ലല്ലോ, അതിന് സമയം വേണം. നിന്നെയും ആശയെയും പോലെ സമയവും സ്നേഹവും കരുതലും കൊണ്ട് നിങ്ങളും വളരുകയും പഠിക്കുകയും അങ്ങനെ ജ്ഞാനികളാവുകയും ചെയ്യും." വർഷങ്ങൾ കടന്നുപോയി. രണ്ടു മക്കളും അവരുടെ പിതാവ് വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നത് കണ്ടാണ് വളർന്നത്. പക്ഷേ എല്ലായ്പ്പോഴും അദ്ദേഹം വളരെ ശാന്തനായിരുന്നു. ഒരിക്കൽ കൊടുങ്കാറ്റ് അവരുടെ വിളകൾ നശിപ്പിച്ചപ്പോഴും രവിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ല. തിരിച്ചടികൾ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് നവോന്മേഷത്തോടെ അദ്ദേഹം പ്രവർത്തിച്ചു. മീരയാകട്ടെ അവനെ പിന്തുണച്ചു. സഹാനുഭൂതിയുടെയും അനുകമ്പയുടെയും മൂല്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയും ഗ്രാമീണർക്ക് വേണ്ടി ചെറിയ ചെറിയ കാരുണ്യ പ്രവൃത്തികളിൽ അവരെ ഉൾപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥ ശക്തി കുറുക്കുവഴികളിലോ ഭൗതിക നേട്ടങ്ങളിലോ അല്ല, മറിച്ച് സ്വഭാവം കെട്ടിപ്പടുക്കുന്നതിനും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും സഹജീവികളോട് കരുണ കാണിക്കുന്നതിനുമുള്ള ശാന്തവും സ്ഥിരവുമായ പ്രവർത്തനത്തിലാണെന്ന് അങ്ങനെ കുട്ടികൾ മനസ്സിലാക്കി. ആര്യനും ആശയും വളർന്നു വലുതായപ്പോൾ അവർ ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു. ആര്യൻ അങ്ങനെ ഒരു വിജയിയായ ബിസിനസ്സുകാരനായി മാറി. ആര്യയാവട്ടെ തന്റെ പിതാവ് വിളകളിൽ കാണിച്ച അതേ പരിചരണത്തിൽ രോഗികളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറും. രവിയും മീരയും വിതച്ച സ്നേഹത്തിന്റെയും ക്ഷമയുടെയും സ്ഥിരോത്സാഹത്തിന്റെയും വിത്തുകൾ അവരുടെ കുട്ടികളിൽ വിരിഞ്ഞു. രക്ഷാകർതൃത്വത്തിന്റെ യഥാർത്ഥ കലയാണിതെന്ന് അവർ തിരിച്ചറിഞ്ഞു. തങ്ങളുടെ കുട്ടികളെ അവരുടെ മികച്ച പതിപ്പുകളാക്കാൻ നാം വഴികാട്ടുക, തള്ളുകയല്ല, മറിച്ച് വിളകൾ പരിപോഷിപ്പിക്കുന്നത് പോലെ അവരെ നാം പരിപോഷിപ്പിക്കണം. ഒടുവിൽ ആര്യനും ആശയും മനസ്സിലാക്കി, രക്ഷാകർതൃത്വം എന്നത് എല്ലാം നൽകുന്നതിലല്ല, മറിച്ച് എല്ലാറ്റിനും ഒപ്പമുണ്ട് എന്നതാണ്. മാതാപിതാക്കൾ പകർന്നു നൽകുന്ന മൂല്യം അവരുടെ കുട്ടിയുടെ ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്ന് ഈ കഥ നമ്മെ പഠിപ്പിച്ചു തരുന്നു. സ്നേഹത്തിന്റെയും ക്ഷമയുടെയും മാർഗദർശനത്തിന്റെയും മനോഹരമായ ഒരു യാത്രയാണ് രക്ഷാകർതൃത്വം. ചെടികൾക്ക് വളരാൻ അനുയോജ്യമായ ഒരു അന്തരീക്ഷം ആവശ്യമുള്ളതുപോലെ കുട്ടികൾക്ക് വളരാൻ ശരിയായ മൂല്യങ്ങളും ആവശ്യമാണ്. നന്ദി. വീണ്ടും കാണാം.